ഹായ് ഫ്രണ്ട്സ്, അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അച്ചപ്പാണ്. അച്ചപ്പത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. പച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തോനുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഒരളവ് ഞാൻ പറയണില്ല. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം എത്രയാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് പഞ്ചസാര. അച്ചപ്പത്തിലൊന്നും നല്ല മധുരമൊന്നും വേണ്ട, ഒരു ലൈറ്റ് മധുരം ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് അച്ചപ്പം കഴിക്കാനൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം. തേങ്ങാപ്പാലിൽ അച്ചപ്പം ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ പകരം തേങ്ങ പിഴിഞ്ഞിട്ടുള്ള പാൽ ചേർത്തിട്ട് കലക്കാം. അല്ലാത്തവർ പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് കുറേ 2, 3, 4, 5 ആഴ്ച, ഒരു മാസമൊക്കെ തന്നെ കേടുവരാണ്ടിരിക്കേ. അപ്പോൾ ഈ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം. പഞ്ചസാര, മൈദപ്പൊടി, അരിപ്പൊടി, ഇത്രയും ചേരുവകൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ചവെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 തേങ്ങാപ്പാൽ ചിരകി പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഒഴിച്ചിട്ട് ഇതുപോലെ കലക്കിയെടുക്കുക. ഇതിലേക്ക് എള്ളോ കരിഞ്ജീരകവും ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു 10, 25, 30 എണ്ണമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് അരിപ്പൊടി, 2-2.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്തോളുണ്ട്. പിന്നെ ഒരു സ്പൂൺ എള്ള്, ഒരു സ്പൂണ് കരിഞ്ജീരകം, പിന്നെ പഞ്ചസാര മധുരത്തിന് അനുസരണം ചേർത്ത്, ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മേമ കാട്ടണ പോലെ നന്നായിട്ടും ഇതുപോലെ മിക്സാക്കിയിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം ഇളക്കണം അതാണ് ഓരോ പലഹാരങ്ങൾക്കും ടേസ്റ്റ്. ഇതിന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കണം. ഇതിലേക്ക് ഇനിയും വെള്ളം ആവശ്യമാണ്, പക്ഷേ ഈ കട്ടകളൊക്കെ ഓരോന്ന് കട്ടയില്ലാണ്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് എല്ലാ കട്ടകളും ഉടച്ചെടുത്ത് മാറ്റി നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ വെള്ളം ആവശ്യാനുസരണം വെള്ളം ചേർക്കണം കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് മിക്സാക്കണം. ഞങ്ങളൊക്കെ കൂടുതൽ ഓണത്തിന് സമയത്ത് തോനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ സ്നാക്ക്, അച്ചപ്പം, പപ്പടവട ഇതൊക്കെ തോനെ ഉണ്ടാക്കി വയ്ക്കും. തോനെ ഉണ്ടാക്കിയിട്ട് ഈ ബക്കറ്റുകൾ ഉണ്ടാവില്ലേ, അടപ്പുള്ള ബക്കറ്റുകൾ, അതിലാക്കിയിട്ട് വെക്കും. ഓണം കഴിഞ്ഞാലും നമുക്ക് ഇത് ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റും. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാനും, ചുറ്റുഭാഗത്തുള്ള മുസ്ലിം സഹോദരന്മാർക്ക് കൊടുക്കാനും, എല്ലാവർക്കും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ചുറ്റുപാടുള്ളവർക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതെന്ന് കൊടുക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ തോനെ ഉണ്ടാക്കുക ചെയ്യട്ടോ. ഇപ്പോഴുള്ള ഞാനൊക്കെ ഇവിടെ ഫ്ലാറ്റിൽ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ഉണ്ടാക്കിയിട്ട് ചുറ്റുഭാഗത്തുള്ളവർക്കൊക്കെ കൊടുക്കും. ഇത്ര തോനെ ഉണ്ടാക്കില്ല. നാട്ടിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ തോനെ ഉണ്ടാക്കിയിട്ട് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കാനും നമുക്ക് എടുത്ത് വെക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഇത്ര തോനെ ഉണ്ടാക്കുന്നത്. ഇത് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. പക്ഷേ നമുക്ക് ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് അത് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ട് ഇതാ നോക്കിയേ, ഇങ്ങനെ ഒരു നൂല് പോലത്തെ പരുവമാണില്ലേ, ഇതേ പരുവത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കണം കേട്ടോ. കൈയിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഈ കൈയിട്ട് ഇളക്കി ഇങ്ങനെ ഇതാക്കിയ പോരെ, അതിൽ വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അതുപോലെ കൈ വെച്ചിട്ട് ഉടച്ച് കൊടുത്ത്, അതിൽ മധുരം ഉണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഒരു 2-3 മണിക്കൂർ നമ്മൾ മാറ്റിയെടുത്ത് വയ്ക്കണം. അപ്പം നമ്മളിപ്പോൾ ഇത് രാവിലെ ഇത് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സാവധാനം ഇരുന്നിട്ട് ഉണ്ടാക്കാം. എത്രത്തോളം ഈ കൂട്ടിയിരിക്കണോ അത്രത്തോളം നല്ലതാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല അടുപ്പിൽ നമ്മൾ പാത്രം വെച്ച് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്.
ഫുള്ളായിട്ട് അച്ചിൽ മുക്കരുത്, പകുതിയോളം മുക്കിയിട്ട് വേണം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഫുള്ളായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അച്ചപ്പം അച്ചുന്നുണ്ട് വേറിട്ട് കിട്ടില്ല, ആ കേട് വരും. ഓരോന്ന് നമ്മൾ മുക്കിയിട്ട് ഇതുപോലെ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണം. അത് നല്ല മയപ്പെടാനും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വേറിട്ട് കിട്ടാനും കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മൾ ഓരോന്ന് മുക്കണം, അതുപോലെ ഇട്ട് കൊടുക്കണം. അതിനെ കുറച്ച് അച്ചപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമതും നമ്മൾ ഈ ചെറു തീയിലായിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. നല്ല തീ കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കരിഞ്ഞ് ആകെ നാശമാവും. അപ്പോൾ നമ്മൾ തീ നല്ല കുറച്ചിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, തീയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. കണ്ട ഇതുപോലെ പാത്രത്തിൽ, ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് മുക്കരുത്, ഇതുപോലെ പകുതി മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് കുറച്ചേരം അങ്ങനെ പിടിച്ചു കൊടുക്കുക. കുറച്ചൊരു 2 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വിട്ട് വരും. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് അപ്പം തൊടരുത്, അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. അത് അപ്പം തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ആ അച്ചപ്പം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവണ വരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഇപ്പോഴുള്ള വീടുകളിലൊക്കെ പാക്കറ്റുകളൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണ് കടയിൽ നിന്ന്. ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ഇതതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എത്ര സമയം അത്തം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പലഹാരങ്ങൾ ഓരോ ദിവസങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡപ്പകളിലാക്കി എടുത്ത് വയ്ക്കും. അതൊരു രസമാണ് ആ സമയത്ത്. ഇത് ഉണ്ടാക്കുമ്പോൾ ചൂട് കൊടുക്കാൻ ഓരോന്ന് പോയിട്ട് കൈയിട്ടെടുത്തിട്ട് കഴിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലെ ഓണം. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ റെസിപ്പി ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിരുന്നേ. അപ്പം ഇതാ അടുത്തതും ഇതുപോലെ ഒരു അച്ച് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മെല്ലെ പിടിച്ചെടുക്കണം. കണ്ട അത് മെല്ലെ വിട്ട് വരുന്ന കണ്ടില്ലേ? അങ്ങനെ ഇട്ടിട്ട് പിന്നെ അച്ചപ്പത്തിൻ്റെ അച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം. അതിനെ മറ്റത് മൂത്തത് ഇങ്ങനെ എടുത്ത് മാറ്റുക. ഓരോന്ന് ഇടുമ്പോൾ ഓരോന്ന് നമ്മൾ മൂത്തത് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. അച്ചപ്പത്തിന് ഒരു ബ്രൗൺ ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ അച്ചപ്പം കണ്ട ഈ കളറാവുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് ഒരു പപ്പടക്കുത്തി എടുത്ത് കുത്തിയിട്ട് അതിലത്തെ എണ്ണ ഫുള്ളും അതിലേക്ക് ഇങ്ങനെ ഇറ്റിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു മാറ്റുക. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അച്ചപ്പം ഉണ്ടാക്കണ മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം.